ആലുവ താലൂക്ക് കമ്മിറ്റിയും എടത്തല MES MK മക്കാർപിള്ള കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും സംയുക്തമായി ഹയർ സെക്കൻഡറി പരീക്ഷയിലും ബിരുദ തലത്തിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് KM ലിയാഖത്ത് അലി ഖാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടിസ്ഥാന വിഷയങ്ങളെല്ലാം അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് AICT കുറച്ച് കോഴ്സുകൾ അവർ ഡയറക്റ്റായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇതൊക്കെ BBA BCA മുതലായ കുറച്ച് കോഴ്സുകൾ അവർ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ 65% കുട്ടികൾ പാസ്സായാലോ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി വരാൻ പോകുന്ന ഹയർ എഡ്യൂക്കേഷനിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഒരു തീരുമാനം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 7 കൊല്ലം കൊണ്ട് ഡിഗ്രി എടുത്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് ഇയർ നിങ്ങൾ ജോയിൻ ചെയ്തു, ഫസ്റ്റ് ഇയർ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ കുട്ടി എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതിയാണ് യു വിൽ ബി ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സെക്കൻഡ് ഇയർ ഡിപ്ലോമ കൊടുക്കും, തേർഡ് ഇയർ ഡിഗ്രി കൊടുക്കും. തേർഡ് ഇയറിൽ 75% മുകളിൽ കിട്ടിയ കുട്ടികൾക്ക് റിസർച്ചിന് പോവാം, അല്ലെങ്കിൽ ജോബിനാണ് തയ്യാറെങ്കിൽ ജോബിന് പോവാം. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുമ്പിൽ വളർന്നു വരുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ എന്താണ് ആ കുട്ടിക്ക് അഭിരുചി, എന്താണ് ആ കുട്ടിയുടെ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും. ആ കുട്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കുട്ടിയുടെ ടാലന്റ് എന്താണെന്ന്. അപ്പൊ നിങ്ങൾ കുട്ടികളെ ചേർക്കുമ്പോൾ ആ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി എടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നും കൂടി ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ബിരുദത്തെ പരിചയപ്പെടുത്തുന്ന മുഖാമുഖം പരിപാടിക്ക് AR ശ്രീലക്ഷ്മി നേതൃത്വം നൽകി. 27 എന്ന് പറയുന്ന ക്രെഡിറ്റ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റുക. നിങ്ങൾ +1 +2 ആനുവലി ആണ് പരീക്ഷ എഴുതിയത് അല്ലേ? ഒരു വർഷം കഴിഞ്ഞപ്പോഴല്ലേ പരീക്ഷ എഴുതിയേ? ഡിഗ്രി അങ്ങനെയല്ല, 6 മാസം കൂടുന്ന സെമസ്റ്റർ ആണ്. അപ്പോൾ ഒരു ഓണേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് 8 സെമസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് 3 വർഷം കൊണ്ടാണ് നിങ്ങൾ ആ പ്രോഗ്രാം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് 6 സെമസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യമായി പറയുന്നത് സെമസ്റ്റർ ആണ്. ഓരോ സെമസ്റ്ററിനും എത്ര ക്രെഡിറ്റ് നിങ്ങൾക്ക് നേടണം എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 21 ക്രെഡിറ്റ് ആണ് നേടേണ്ടി വരിക ഫസ്റ്റ് സെമസ്റ്ററിലും. സെക്കൻഡ് സെമസ്റ്ററിൽ വീണ്ടും 21 ക്രെഡിറ്റ് ആണ് നേടേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഈ 21 + 21 അങ്ങനെ വരുന്ന സെമസ്റ്റേഴ്സിലെല്ലാം കൂടി ആഡ് ചെയ്ത് 3 വർഷത്തിന്റെ അവസാനം 133 ക്രെഡിറ്റുകൾ നേടിയാൽ ആ കുട്ടി ഡിഗ്രി പൂർത്തിയാക്കും. ഇന്നത്തെ എൻ്റെ ഒരു സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു ക്രെഡിറ്റ്? നിങ്ങൾ ഒരു ഡിഗ്രി പൂർത്തിയാക്കണമെങ്കിൽ 4 വർഷ ബിരുദം പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ്സ് വേണം? നിങ്ങൾക്ക് 3.5 വർഷം കൊണ്ട് നിങ്ങൾ 4 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2.5 വർഷം കൊണ്ട് 3 വർഷത്തെ പ്രോഗ്രാമാണ് പൂർത്തിയാക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, MES ആലുവ താലൂക്ക് പ്രസിഡന്റ് PKA ജബ്ബാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R മുരുകൻ ആമുഖ പ്രഭാഷണം നടത്തി. 1964 കാലഘട്ടത്തിൽ MES രൂപം കൊള്ളുമ്പോൾ ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എന്നും പിന്നോക്കം തന്നെയായിരുന്നു. വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുവാൻ അവർക്ക് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാരണവന്മാർ പറയുന്ന മാതിരി ബസ്സിന്റെ ബോർഡ് വായിക്കാനും 4, 3, 7 എന്ന് എഴുതി കൂട്ടാനും പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ആ കാലഘട്ടമായിരുന്നു 1964 കാലഘട്ടം. ഉന്നത വിദ്യാഭ്യാസം അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ച കോഴിക്കോടുള്ള 5, 6, 7 ആളുകൾ കൂടിയിരുന്നു കൊണ്ട്, അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അവർ കൂടിയിരുന്ന് ആലോചിച്ചു, ഈ സമുദായവും ഈ പിന്നോക്ക സമുദായങ്ങളെല്ലാം തന്നെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു, ഇവർക്ക് വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുവാൻ ഒരു സാധ്യതയുമില്ല.
അതുകൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവരൊരു വീട്ടിൽ കൂടിയിരുന്നു കൊണ്ട് 7 ആൾ കൂടിയിരുന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ MBS ഇവിടെ നിലനിൽക്കുന്നത്. MBSന്റെ താലൂക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അവർ കൂടി ആലോചിച്ചപ്പോൾ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, പക്ഷേ അവർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. 1964 അവൻ 25,000 രൂപ സ്വന്തം പോക്കറ്റിൽ എടുത്തുകൊണ്ട് ആ 25,000 രൂപ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ആക്കം കൂട്ടിയത്. അങ്ങനെ എവരുടെ ഈ പ്രവർത്തനം കണ്ട ഈ സംസ്ഥാനത്തെ ഈ ജില്ലയിലെ മുഴുവൻ അന്നത്തെ ധനാഢ്യന്മാരായ പിന്നോക്കക്കാരായ ആളുകൾ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഓരോ ജില്ലകളിലും അവരുടെ സ്വന്തം സ്ഥലം ഇവരുടെ പേരിൽ എഴുതി കൊടുത്തു, ഈ സംഘടനയുടെ പേരിൽ എഴുതി കൊടുത്തു. ഇന്ന് കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ഓരോരുത്തരും ഇപ്പം തൊട്ടടുത്ത് 25 ഏക്കർ സ്ഥലമുണ്ട്. നമ്മൾ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, സ്പെഷ്യൽ സ്കൂൾ ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ സംഭാവനയായി കിട്ടിയതാണ് ഈ MBS എന്ന സംഘടനയ്ക്ക്. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് MBS മെഡിക്കൽ കോളേജ് മുതൽ ഡെന്റൽ കോളേജ് മുതൽ നഴ്സിംഗ് കോളേജ് മുതൽ പോരാ, എല്ലാ ആർട്സ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, BEd കോളേജ്, നഴ്സറി സ്കൂൾ വരെ ഈ MBS എന്ന സംഘടനയ്ക്ക് ഇന്ന് രൂപം നൽകാൻ സാധിച്ചത്. നിങ്ങൾ 2005 പ്രവർത്തനം ആരംഭിച്ച MES-MK മക്കാർപിള്ള കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് 20 വർഷം പിന്നിടുമ്പോൾ 7 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുമാണ് നടത്തുന്നത്. BCA, BBA, BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BSc ബയോ ഇൻഫർമാറ്റിക്സ്, BSc മൈക്രോബയോളജി, BA ഇംഗ്ലീഷ് എന്നീ 5 കോഴ്സുകളും എന്നീ 7 UG പ്രോഗ്രാമുകളും, MCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, MSc മൈക്രോബയോളജി, MSc ബയോടെക്നോളജി, MSc കമ്പ്യൂട്ടർ സയൻസ്, MA ഇംഗ്ലീഷ് എന്നീ 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇന്നിവിടെ നമ്മുടെ കൂടെ ഈ വർഷം 2025 BSc ബയോ ഇൻഫർമാറ്റിക്സ് റാങ്ക് മേടിച്ച 1, 2, 3 റാങ്കുകൾ നേടിയ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ കൂടെ ആദരവ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. MES ജില്ലാ കമ്മിറ്റി സെക്രട്ടറി MK അബ്ദുൽ ഷരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് M അഹമ്മദ് കുഞ്ഞ്, സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് MM സലീം, ട്രഷറർ MA അബ്ദുള്ള, MES ജില്ലാ കമ്മിറ്റി ട്രഷറർ VA പരീദ്, ജില്ലാ സെക്രട്ടറി EM നിസാർ, MES യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി BH മുഹമ്മദ് നിസാർ, കുന്നുകരാർ സെക്രട്ടറി ഷിബു അലിയാർ, ആലുവ താലൂക്ക് മെമ്പർ അബ്ദുൽ കരീം, MES ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KM ഖാലിദ്, PK നിസാം എന്നിവർ ബിരുദതലത്തിൽ റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. MES ആലുവ താലൂക്ക് സെക്രട്ടറി PB സിയാദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി CM അഷ്റഫ് നന്ദിയും പറഞ്ഞു. മാതാപിതാക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 17 വർഷം നിങ്ങളെ വളർത്തി 12 വർഷം നിങ്ങളെ പഠിപ്പിച്ച ഈ രക്ഷിതാക്കൾക്ക് ഇതിലും വലിയൊരു സമ്മാനം ഇപ്പോൾ നൽകാനില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അതുകൊണ്ട് തന്നെ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. അടുത്ത ഇനി എന്ത് എന്ന രീതിയിലാണ് നമ്മൾ ഈ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ പലർക്കും തീരുമാനമെടുത്തിട്ടുണ്ടാകാം, പലർക്കും പല കൺഫ്യൂഷൻ ഉണ്ടാകും ഏത് രീതിയിലേക്ക് നീങ്ങണം എന്നുള്ളത്. നമ്മുടെ ഇവിടെ ഉദ്ഘാടക പ്രസംഗം പറഞ്ഞ രീതിയിൽ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ സിലബസ് മാറി ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള കുറെ കൂടി പ്രായോഗിക വിജ്ഞാനം നൽകുന്ന രീതിയിലേക്കുള്ള വിദ്യാഭ്യാസ സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം 2000 മുതൽ കേട്ട് പരിചയമുള്ള DPP സ്കൂൾ തലത്തിലുള്ള സിലബസ് അതും ഇപ്പം പൊളിച്ചെഴുതി നടത്തുകയാണ്. ലോകബാങ്കിന്റെ സഹകരണത്തോടുകൂടി ഏകദേശം 2000 നടപ്പാക്കിയ DPEP സംവിധാനം അത് ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും പഠിച്ചു പോയിട്ടുള്ളതാണ്. പ്രായോഗിക വിജ്ഞാനം കിട്ടുന്ന രീതിയിലുള്ള പഠനം. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 9 വരെ തോക്കില്ല. ഇപ്പൊ സർക്കാർ നേരെ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി. ചുമ്മാ ഇങ്ങനെ പഠിക്കാതെ മുകളിലേക്ക് വിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ വർഷം 8ാം ക്ലാസ്സിൽ പാസ്സായാൽ
മിനിമം മാർക്ക് കിട്ടിയാലേ പാസ്സാവുള്ളൂ എന്ന രീതിയിൽ കൊണ്ടുവന്നു. അടുത്ത വർഷങ്ങളിൽ 9ലും 10ലും അത് തന്നെ, 10ൽ എന്തായാലും ഉണ്ട്, 9ലും ആ നില തുടരും, പിന്നീട് താഴേക്കും അത് തന്നെ പോകുന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഹൈടെക് ജനറേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല, ഓൺലി പ്രസന്റ് ഉള്ളൂ. പാസ്റ്റ് കഴിഞ്ഞുപോയി, ഫ്യൂച്ചറും അവർക്ക് വിഷയമല്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സംതിങ് എന്ത് നടക്കുന്നത്, അതാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ പ്രത്യേകിച്ച് അജണ്ട. കഴിഞ്ഞ കാലത്ത് എന്ത് നടന്നു, അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി എന്താകണം എന്നുള്ളതല്ല, പ്രസന്റിൽ എന്ത് ചെയ്ത് അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇന്നത്തെ ജനറേഷൻ്റെ ഇത് അത് ബികോമിന് ശേഷം എംകോം എന്നുള്ളത് മാത്രമല്ലല്ലോ ഉള്ളത്. അതിനുശേഷം ഒത്തിരി പ്രൊഫഷണൽ കോഴ്സ്, CA, SSCA, CMA, ICAAI, അങ്ങനെ ഒത്തിരി പ്രൊഫഷണൽ കോഴ്സുകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം PG ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ MCOM മാത്രമല്ല MBA, LLB, ഇങ്ങനെ ഒത്തിരി റേഞ്ച് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ അതുപോലെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബികോം സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ആഡ് ഓൺ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് സെൽസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ലിങ്കേജ് വന്നുകൊണ്ട് നമ്മൾ ഒത്തിരി എക്സൽ, അഡ്വാൻസ് എക്സൽ, ഐബൽ മീൻസ് അങ്ങനെ ഒത്തിരി ടാലി പ്രൈം, ഒത്തിരി ആഡ് ഓൺ കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ബയോളജി PGയിൽ വരുന്നതാണ് MSc മൈക്രോബയോളജി, MSc ബയോടെക്നോളജി. BSc ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന ബയോളജിക്കൽ സയൻസസ് എടുത്തിരിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും എടുക്കാൻ പറ്റുന്ന കോഴ്സാണ് MSc മൈക്രോബയോളജി ആസ് വെൽ ആസ് MSc ബയോടെക്നോളജി. BSc ബയോ ഇൻഫോർമാറ്റിക്സിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. BSc ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയും കമ്പ്യൂട്ടേഷനും കൂടി കലർത്തിയിട്ടുള്ള ഒരു മേഖലയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ മേജറായിട്ടുള്ള ജോലി സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഡ്രഗ് ഡിസൈനിങ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു മരുന്ന് എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, അതെങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള പഠന കാര്യങ്ങൾ, റിസർച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് അതിലേക്ക് തിരിയാം. അതുപോലെ തന്നെ BSc ബയോ ഇൻഫോർമാറ്റിക്സ് ചെയ്ത ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാം, ഡാറ്റ അനലിസ്റ്റ് ആവാം. അതുപോലെ തന്നെ ഒരു ബയോ ഇൻഫോർമാറ്റീഷ്യൻസ് ആയിട്ട് ഓരോ ലാബുകളിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ.